ഹിന്ദുസ്ഥാൻ ഹമാര. ഹിന്ദുസ്ഥാൻ എന്ന് വെച്ചാൽ ഇന്ത്യ, ഹമാര എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്നാണ് ഈ ലേഖനത്തിൻ്റെ ഹെഡിങ്. നമുക്ക് പാഠം വായിച്ച് നോക്കാം. ഭാരത് സൻസാർ കാ ഏസാ താജ് ഹെ ജിസ്കി ചമക് വിശ്വഭർ ഫൈലി ഹെ. ഭാരതം സൻസാർ കാ ലോകത്തിൻ്റെ, ഏസാ താജ് ഹെ പ്രകാരമുള്ള ഒരു കിരീടമാണ്, ജിസ്കി അതിൻ്റെ, ചമക് എന്ന് വെച്ചാൽ തിളക്കം, വിശ്വഭർ ഫൈലി ഹെ ലോകം മുഴുവൻ വ്യാപിക്കുന്നു. इसकी खूबसूरत भौगोलिक झलक, समय समय पर रंग बदलते अनोखे मौसम, शान बने संपन्न संस्कृति, सब इस ताज में जड़े हीरे है. इसकी എന്ന് വെച്ചാൽ ഇതിൻ്റെ, അതായത് ഭാരതത്തിൻ്റെ, ഖൂബ്സൂരത്ത് ഭൗഗോളിക് ജലക് ഭംഗിയുള്ള, ഖൂബ്സൂരത്ത് എന്ന് വെച്ചാൽ മനോഹരമായ, ഭൗഗോളിക് ജലക് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖ്യ മൗസം, മൗസം എന്ന് വെച്ചാൽ കാലാവസ്ഥ, അനോഖ്യ മൗസം എന്ന് വെച്ചാൽ അതുല്യമായ കാലാവസ്ഥ, സമയ സമയ പർ കൃത്യസമയത്ത്, രംഗ് ബദൽത്തെ എന്ന് വെച്ചാൽ നിറം മാറുന്ന കാലാവസ്ഥ, ഷാൻ ബനി സമ്പന്ന സംസ്കൃതി, സംസ്കൃതി എന്ന് വെച്ചാൽ സംസ്കാരം, കൾച്ചർ, ഷാൻ എന്ന് വെച്ചാൽ അഭിമാനം, അഭിമാനമാകുന്ന സമ്പന്നമായ സംസ്കാരം, സബ് ഇസ് താജ് മേം ജഡേ ഹീരേ ഹെ എല്ലാം ഈ കിരീടത്തിൽ പതിപ്പിച്ച മുത്തുകളാണ്, ഹീര എന്ന് വെച്ചാൽ മുത്തുകൾ. ഘനെ പേടോം സെ സജേ പർവത്, ഗിൽ ഗിലാക്കർ ബഹത്തി നദിയാം, കാലി ഘട से अपने भालों को घोल कर झूमती बारिश, हरा घाघरा पहनकर नाचते लहलहाते खेत, सब भारत की अपनी വിശേഷതായും ഹെ. അടുത്ത വരിയിൽ ഭാരതത്തിൻ്റെ വിശേഷതകളാണ് പറയുന്നത്. ഘനെ പേടോം സെ സജേ പർവത്, തിങ്ങി നിറഞ്ഞ മരങ്ങളാൽ അലങ്കരിച്ച പർവ്വതങ്ങൾ, സജേ പർവത് എന്ന് വെച്ചാൽ അലങ്കരിച്ച പർവ്വതങ്ങൾ. ഗിൽഗിലാക്കർ ബഹത്തി നദിയാം എന്ന് വെച്ചാൽ കളകളാരവം മുഴക്കി ഒഴുകുന്ന നദികൾ. കാലി ഘടാസെ അപ്നെ ഭാലോം കോ ഗോൽക്കർ ജൂംതി ബാരിഷ്, മഴയെക്കുറിച്ചാണ് പറയുന്നത്, ബാരിഷ് എന്ന് വെച്ചാൽ മഴ. കാലി ഘട കറുത്ത കാർമേഘം, അപ്നെ ഭാലോം കോ ഗോൽക്കർ സ്വന്തം മുടിയിഴകളെ അഴിച്ചിട്ട് നൃത്തം ചെയ്യുന്ന പോലെയുള്ള ബാരിഷ്. ഹര ഗാംഗ്ര എന്ന് വെച്ചാൽ പച്ചപ്പാവാട, പഹൻകർ എന്ന് വെച്ചാൽ ധരിച്ചിട്ട്, നാച്ചത്തെ നൃത്തം ചെയ്യുന്ന, ലഹ്ലഹാത്തെ ഖേത്ത് ഇളകിയാടുന്ന വയലുകൾ. ഇതെല്ലാം ഭാരതത്തിൻ്റെ സവിശേഷതകളാണ്. ചഹോം ഋതുയെ 6 ഋതുക്കൾ, മെഹമാൻ ബൻകർ അതിഥിയായിട്ട്, മുസ്കുരാത്തി ഹുയി പുഞ്ചിരിച്ചുകൊണ്ട്, ഇസ് ദേശ് സെ ഗുസർ ജാത്തി ഹെ ഈ രാജ്യത്തിലൂടെ കടന്നുപോകുന്നു. ഗർമി സർദി ഓർ ബാരിഷ്, സബി യഹാം ഹർ സാൽ അതിഥി ബൻകർ ആത്തെ ഹെ. ഗർമി ചൂട്, സർദി തണുപ്പ്, ഓർ ബാരിഷ് മഴ, സബി എല്ലാം, യഹാം ഇവിടെ, ഹർ സാൽ ഓരോ വർഷവും, അതിഥി ബൻകർ അതിഥിയായിട്ട്, ആത്തെ ഹെ വരുന്നു. യേ ഇവയെല്ലാം, ഫൽ ഫൂൽ ധൂപ് പാനി ജൈസെ കൈ നസാരെ ലാത്തെ ഹെ ഇവയെല്ലാം പൂക്കളുടെയും പഴങ്ങളുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ ധാരാളം ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നു. നസാരെ എന്ന് വെച്ചാൽ ദൃശ്യങ്ങൾ, ലാത്തെ ഹെ എന്ന് വെച്ചാൽ കൊണ്ടുവരുന്നു. ജിസ് സെ അതിനാൽ, സജ് ദജത എന്ന് വെച്ചാൽ അലങ്കരിച്ച, ഭാരതം ദേഖ്നെ ലായക് ഹെ കാണാൻ അതിമനോഹരമാണ്. രഹൻ സഹൻ വേഷഭൂഷ ഖാൻ പാൻ ഭാഷ തഥാ ധർമ്മ അലഗ് അലഗ് ഹോനെ പർ ഭി ഭാരത്വാസി ഏകതാ കെ സാത്ത് രഹത്തെ ഹെ. രഹൻ സഹൻ എന്ന് വെച്ചാൽ ജീവിത രീതി, വേഷഭൂഷ വസ്ത്രധാരണം, ഖാൻ പാൻ ഭക്ഷണം, ഭാഷ ധർമ്മ മതം, ഇതെല്ലാം അലഗ് അലഗ് ഹോനെ പർ ഭി വ്യത്യസ്തമായിരുന്നിട്ട് പോലും, ഭാരതീയരെ, ഏകതാ കെ സാത്ത് ഐക്യത്തോടെ, രഹത്തെ ഹെ താമസിക്കുന്നു. സബ് ഹിന്ദുസ്ഥാനി കഹ്ലാത്തെ ഹെ എല്ലാവരെയും എന്ന് വിളിക്കുന്നു, ഹിന്ദുസ്ഥാനി എന്ന് വിളിക്കുന്നു. ഇൻകി പഹ്ചാൻ ഏക് ഹെ നമ്മുടെ എല്ലാവരുടെയും ഐഡൻറ്റിറ്റി ഒന്നാണ്. ഇസ്ലിയേ ഹി മഷ്ഹൂർ ഷായർ അതുകൊണ്ട് തന്നെയാണ് പ്രസിദ്ധനായ കവി, ഷായർ എന്ന് വെച്ചാൽ കവി, മുഹമ്മദ് ഇക്ബാലിനെ ഫർമായ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞത്, ഫർമായ എന്ന് വെച്ചാൽ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, സാരേ ജഹാം സെ അച്ച ഹിന്ദോസിതാം ഹമാര എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ട് നല്ലത് ഭാരതമാണ് എന്ന് കവി പാടിയത് അതുകൊണ്ടാണ്.